നിങ്ങൾ ഈ കാണുന്നതാണ് ഗാംബിയയിലെ 200-ൻ്റെ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ട് കേട്ടോ, 200-ൻ്റെ. നമ്മൾ ഇന്ത്യയുടെ രൂപയെക്കാളും ചില മൂല്യമുള്ളതാണ്, അധികമൊന്നുമില്ല. 0.25. അത് 1 രൂപ എന്ന് പറയുമ്പോൾ, നമ്മുടെ 1 രൂപ എന്ന് പറയുമ്പോൾ ഇവിടെ 1 രൂപ 20 പൈസ വരുന്നുണ്ട്. ഇത് അവർക്ക് ആകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 200-ൻ്റെ ഒരു നോട്ട്, അതാണ്ട് 100-ൻ്റെ നോട്ട്, 100-ൻ്റെ ഒരു നോട്ടുണ്ട്, പിന്നെ 50-ൻ്റെ നോട്ട്. പിന്നെ ഉള്ളത് 20-ൻ്റെ നോട്ടും 5-ൻ്റെ, 20-ൻ്റെ 10-ൻ്റെ 5-ൻ്റെ ഉണ്ട് കേട്ടോ. അത് ഇതുവരെ എടുത്ത 20-ൻ്റെ നോട്ടാണ്. ഏകദേശമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ 20-ൻ്റെ നോട്ട്. പിന്നെ അതാണ്ട് 10-ൻ്റെ പച്ച കളർ നോട്ട്. ഓക്കെ. പിന്നെ ഉള്ളത് ഇവിടെ 5 രൂപ 5-ൻ്റെ നോട്ട്. അതുകൊണ്ട് 5-ൻ്റെ നോട്ട് ഉണ്ടല്ലോ അല്ലേ. ഇതാണ് ഇവരുടെ നോട്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 100-ൻ്റെ 200-ൻ്റെ ആയതുകൊണ്ട് തന്നെ കൂടുതലിങ്ങനെ എന്താ പറയുക, ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 5000 6000 എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത്ര നോട്ട് ബണ്ടിൽസ് വരും. ആണോ, ഇതിപ്പം 20,000 രൂപയുടെ ഒരു ബണ്ടിലാണ്. നമ്മളിങ്ങനെ ബണ്ടിലാക്കി കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ 100 എണ്ണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 99 നോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം വെച്ച് ഇങ്ങനെ കവർ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം 10,000 രൂപ, ഇവിടുത്തെ 10,000 രൂപ. ഇതിപ്പോൾ 20,000 കൗണ്ട് ചെയ്തിട്ടേക്കുന്ന പൈസയാണ്. അത് കഴിഞ്ഞ് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ രണ്ടുപേര് ഒരാൾ കൺഫേം ചെയ്യും. എന്നിട്ട് നോക്കി നമ്മുടെ നാട്ടിൽ കൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കാം. നമ്മളെ നാട്ടിൽ കൗണ്ട് ചെയ്യണം ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10. ഇതാണ് നോർമലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന രീതി. അത് നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാർ, അതായത് ഗാംബിയയിലെ ആൾക്കാർ ചെയ്യുന്നത് ഉണ്ടല്ലോ അല്ലേ, ഇങ്ങനെ ഒരു ബണ്ടിലാക്കിയിട്ട് ഫസ്റ്റ് അവർ റബ്ബർ ബാൻഡ് ഇടുവാണ്. ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് കണ്ടോ, 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഇടത്തേക്കാണ് നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ വയ്ക്കുക, ഹോൾഡ് ചെയ്യണം കണ്ടോ. എന്നിട്ട് ഇവർ കൗണ്ട് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് ഈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ തെന്നിക്കും നോട്ട്. ഇങ്ങനെ തെന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ പാകും. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. ഇപ്പോൾ 25 നോട്ട് ഇങ്ങനെ വന്നു. ഇനി അതുപോലെ തന്നെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 50 നോട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 24 25. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 25. ഒരു നോട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇപ്പോൾ 100-ൻ്റെ 20-ൻ്റെ 200-ൻ്റെ 100 ഒരു കെട്ടായി. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വയ്ക്കും. അതായത് കൗണ്ട് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വെച്ച് ഇങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത് കാണുന്നവർക്ക് അറിയാം, ഇത് കാണുമ്പോൾ അറിയാം. ഇത് സത്യം പറഞ്ഞാൽ 100-ൻ്റെ ഒരു കെട്ട് കൺഫേം ആക്കിയിട്ട് ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ ഇത് തന്നെ നല്ല സ്പീഡിൽ നമുക്ക് കൗണ്ട് ചെയ്യാം കേട്ടോ, ഈ ഒരു മെത്തേഡിൽ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല ഹോൾഡ് കിട്ടും. ഇങ്ങനെ ഇതിങ്ങനെ എടുക്കുമ്പോൾ തെന്നിപ്പോയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അന്നേരം ഇതിൻ്റെ 1000-ൻ്റെ നോട്ടൊന്നുമില്ല, 2000-ൻ്റെ ഒന്നുമില്ല. ഇതൊക്കെ ജസ്റ്റ് 200 നോട്ടിൻ്റെ കളിയാണ് മൊത്തം. അപ്പോൾ എല്ലാത്തിനും കെട്ട് കണക്കിന് പൈസ കൊണ്ട് കൊടുത്താലേ സാധനം കിട്ടും. ഒരു 5000 7000 എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇത്രയും വരും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.